ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിൽ പലർക്കും ഒരു ധാരണയുണ്ട്, ദൈവമില്ല, ദൈവം നമ്മുടെ വിളി കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണ് ഇങ്ങനെ സങ്കടങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതിനെല്ലാം ഒരു പരിഹാരം പോലെ എനിക്കറിയാവുന്ന തരത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായി ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളെത്തുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു കഥയിലൂടെ പറഞ്ഞു തരാം. ശ്രീകൃഷ്ണ ഭഗവാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ഗുരുകുലത്തിലാണ്. അറിയാലോ, പണ്ടൊക്കെ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥലത്താണ് കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ശ്രീകൃഷ്ണനൊരു സുഹൃത്തുണ്ടായിരുന്നു. കുചേലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരിക്കൽ ഗുരുപത്നി നല്ല മഴ പെയ്യുന്ന സമയത്ത് കൃഷ്ണനെ കാട്ടിലേക്ക് അയച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുചേലനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, കൃഷ്ണൻ കാട്ടിലേക്ക് പോയി, വിശക്കുന്നുണ്ടാവും, ഞാൻ കുറച്ച് അവല് തരാം, ഇതുകൊണ്ട് കൃഷ്ണന് കൊടുക്കണം. അങ്ങനെ കുചേലൻ കാട്ടിലേക്ക് പോയി. കൃഷ്ണനെ കണ്ടില്ല. അതുമാത്രമല്ല, കുചേലൻ ഏറെ ക്ഷീണിതനായി. കുചേലൻ എന്ത് കരുതി? തൻ്റെ കയ്യിൽ എന്തായാലും അവൽപ്പൊതിയുണ്ട്, കഴിക്കാം എന്ന് കരുതി കുചേലൻ അതെടുത്ത് കഴിച്ചു. അങ്ങനെ കൃഷ്ണനും കുചേലനും ഗുരുകുലത്തിലെത്തി. അവർ ഗുരുകുലവാസം കഴിഞ്ഞു. അവരുടെ വീട്ടുകളിലേക്ക് പോയി. കുചേലൻ വിവാഹിതനായി. ഭയങ്കര ദരിദ്രനായിരുന്നു കുചേലൻ. അങ്ങനെ വയസ്സായപ്പോൾ കുചേലപത്നി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തായ കൃഷ്ണൻ ദ്വാരകയിലില്ലേ, ഒന്ന് പോയി കണ്ടുകൂടെ? അദ്ദേഹം നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാതിരിക്കില്ല. കുചേലൻ മനസ്സില്ലാ മനസ്സോടുകൂടി പറഞ്ഞു, ഞാൻ പോവാം, പക്ഷെ എന്താണ് എൻ്റെ സുഹൃത്തിന് കൊടുക്കുക? ഗുരുപത്നി പറഞ്ഞു, ഇവിടെ കുറച്ച് അവലുണ്ട്, ഞാൻ ആ അവല് തരട്ടെ. അങ്ങനെ കുചേലപത്നി ആ അവല്, മണൽത്തരികളൊക്കെ ഉണ്ട്, അത് കുചേലൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിന് ഇത് കൊടുക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും, അദ്ദേഹത്തിന് അവലൊക്കെ ഇഷ്ടമല്ലേ. അങ്ങനെ കുചേലൻ ആ അവൽപ്പൊതിയും കൊണ്ട് കൃഷ്ണനെ കാണാൻ പോയി. ദ്വാരകയിലെത്തി. കൃഷ്ണൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് അകത്തേക്ക് കടക്കാൻ മനസ്സു വന്നില്ല. കാരണം തൻ്റെ അവസ്ഥ കൃഷ്ണനെ അറിയിക്കണ്ടേ എന്നോർത്ത് തിരിച്ചു പോകാം എന്ന് കരുതി നിന്ന അദ്ദേഹത്തെ ശ്രീകൃഷ്ണൻ കണ്ടു. ശ്രീകൃഷ്ണൻ കുചേലനെ അകത്തേക്ക് ക്ഷണിച്ചു. കുചേലനെ ഇരുത്തി തൻ്റെ ഭാര്യയായ രുക്മിണി ദേവിയെ വിളിച്ച് അദ്ദേഹത്തെ ക്ഷണിക്കാൻ പറഞ്ഞു. അതിഥിയാണെന്ന് പറഞ്ഞു കൊടുത്തു. കുചേലൻ്റെ കാല് കഴുകിയ വെള്ളം ലക്ഷ്മി ദേവി ആയ രുക്മിണി ദേവി തലയിൽ വച്ച് തിരിച്ചു കൊണ്ടുപോയി, അകത്തേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ കുചേലൻ മുൻ ജന്മത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ലക്ഷ്മി ദേവി നാനാ ആഭരണങ്ങളോടുകൂടി നിന്നു. കുചേലൻ അത് കണ്ട മാത്രയിൽ തന്നെ ഹേ ദേവി എന്ന് അത്ഭുതപ്പെട്ടു. ഉടനെ ലക്ഷ്മി ദേവി മനസ്സിൽ അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി. ഓഹോ, എന്നാൽ അടുത്ത ജന്മത്തിൽ ഇയാൾ ദരിദ്രനായി മാറട്ടെ. ശിഷ്യന്മാരെ ക്ഷമിക്കണം, തൻ്റെ ഭക്തന്മാരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ദൈവത്തിന്, ഏത് ഈശ്വരനായാലും ക്ഷമിക്കില്ല, അത് ഇഷ്ടമല്ല. അങ്ങനെ വിഷ്ണു ഭഗവാൻ ഉടനെ ലക്ഷ്മി ദേവിയെയും ശപിച്ചു മനസ്സിൽ. അങ്ങനെയാണെങ്കിൽ ആ പാദം കഴുകിയ ജലം തലയിൽ ചുമക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയുണ്ടായി. അങ്ങനെയാണ് കുചേലൻ്റെ കാലുകൾ കഴുകിയ വെള്ളം രുക്മിണി ദേവി തലയിൽ വച്ച് കൊണ്ടുപോയത്. അത് പോട്ടെ, കഥയിലേക്ക് വരാം. നമ്മൾ പറഞ്ഞ കഥയിലേക്ക് വരാം. കുചേലനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി അങ്ങ് എന്താണ് കൊണ്ടുവന്നത്? അങ്ങയുടെ പത്നി എനിക്ക് എന്താണ് തന്നുവിട്ടത്? കുചേലൻ പറഞ്ഞു, അയ്യോ ഒന്നുമില്ല, ഈ മണൽത്തരികളുള്ള അവല് എങ്ങനെ കൊടുക്കുക ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ താമസിക്കുന്ന ഭഗവാന്? കുചേലന് മനസ്സ് വന്നില്ല. എന്നാൽ എല്ലാം മനസ്സിലാക്കുന്ന ഭഗവാൻ ആ അവൽപ്പൊതി കുചേലൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി അതിൽ നിന്നും കഴിക്കുകയുണ്ടായി. കുചേലന് സന്തോഷമായി. എല്ലാം അറിയുന്ന ഭഗവാൻ തൻ്റെ കയ്യിൽ നിന്നും ആ അവല് കഴിച്ചല്ലോ. അങ്ങനെ ഭഗവാൻ കുചേലനെ യാത്ര അയച്ചു.
തിരിച്ച് കുചേലൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അത്ഭുതം, വീടുകളൊക്കെ മാറിയിരിക്കുന്നു. എല്ലാം കൊട്ടാരം പോലെയുള്ള വീടുകളായിരിക്കുന്നു. കുചേലന് സന്തോഷമായി, ഭഗവാനോട് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്തെന്നാൽ, നമ്മൾ ഏത് വിശ്വാസിയുമായിക്കോട്ടെ, ഏത് ക്ഷേത്രമോ പള്ളിയിലാണോ എവിടെ വേണമെങ്കിലും പോട്ടെ, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിനു വേണ്ടി നമുക്ക് എന്താണോ കൊണ്ടുപോകാൻ പറ്റുന്നത് അത് കൊണ്ടുപോവുക എന്നതാണ്. വെറും കൈയോടുകൂടി പോകാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈശ്വരന് വേണ്ടി നമ്മൾ കൊടുത്താൽ മാത്രമേ ഈശ്വരൻ നമുക്ക് തരികയുള്ളൂ എന്ന തത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾ ഇനിയും നിങ്ങളിലേക്ക് വരുന്നതാണ്. താങ്ക് യു.